സഹിക്കാൻ കഴിയണില്ല, നിന്റെ തിളക്കണ സഹിക്കാൻ കഴിയണില്ല. ഇതേ അസുഖം ഇവിടെ സംഭവിക്കണം, ഇതേ അസുഖം, ഒരു മാറ്റമില്ല. സുപ്രഭാതത്തിന് ഇന്നാലിന്ന കുഴപ്പമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തിരുത്താമല്ലോ, കുഴപ്പമാണെങ്കിൽ തിരുത്തല്ലോ. എന്തായാലും ഒന്നും പറയാനില്ല. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാർത്ത എഴുതുന്നതെന്നാണ് പല ആളുകളും പറയാറുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പറയണം നിങ്ങൾ വല്ലാതെ നമ്മൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള. ഇടക്കിടക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, CPM-നെതിരെ വാർത്തകൾ വരുന്നു, എഡിറ്റോറിയലുകൾ വരുന്നു, ലേഖനങ്ങൾ വരുന്നു. നാളെ ഇപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടോ, ആ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ആകെ B-ഷീറ്റാണ് വരാൻ പോണത്. ഇരട്ട ജീവപര്യന്തം തടവാണ് 10 ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വലുതാക്കി നമ്മൾ കൊടുക്കും. ലീഗിനെതിരെ വാർത്ത വന്നിട്ടുണ്ടോ? ഒരു ലേഖനം വന്നിട്ടുണ്ടോ? ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടോ? ലീഗിന് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു സംഗതി ഈ 10-11 കൊല്ലത്തിനാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. എന്നാൽ ലീഗിന് ഗുണകരമാകുന്ന വല്ലതും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ ലീഗിന്റെ 75-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ചന്ദ്രിയേക്കാൾ മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി സുപ്രഭാതം. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രേഖാമൂലം കത്തയച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ 75-ാം വാർഷികത്തിന് ഇത്രയും മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി സഹകരിച്ച സുപ്രഭാതം മാനേജ്മെന്റിന് പ്രത്യേകം അഭിനന്ദനം എന്നിട്ട് കത്തെഴുതി. നമ്മൾ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇങ്ങനെ നാട്ടുകൂടി നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പത്രം സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ആശയപരമായ കാര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ വഴിതെറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനൊക്കെ വളച്ചൊടിച്ചും വികലമാക്കിയും വികൃതമാക്കിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതടിസ്ഥാനപരമായി നമ്മളെ തളർത്താനും നമ്മൾ നിർവീര്യമാക്കാനും നമ്മുടെ സംഘടനാ ശക്തിയെ ചോർത്തിക്കളയാനുമുള്ള ശത്രുവിന്റെ അജണ്ടയിൽ പല നിരപരാധികളും നിഷ്കളങ്കരായ ആളുകളും വീണുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കാനും സൗഹൃദപരമായി എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വരണം.